കൂടി വന്ന എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വന്ദനം ചൊല്ലുന്നു. ആന്തരിക മനുഷ്യൻ, അകത്തെ മനുഷ്യൻ ബലപ്പെടാനുള്ള പ്ലാറ്റ്ഫോമാണ് ദൈവത്തിൻ്റെ സന്നിധി. പറഞ്ഞ ആന്തരിക മനുഷ്യൻ, അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ. ബൈബിൾ നമുക്ക് തരുന്നൊരു വാക്കാണ് ഇന്നർ മാൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്നർ സെൽഫ് ബീയിങ് എന്നൊക്കെ പറയും. ഇന്നർ സെൽഫ് ബീയിങ്, അകത്തെ മനുഷ്യൻ. അകത്തെ മനുഷ്യൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പുറത്തെ മനുഷ്യനുള്ളതുപോലെ തന്നെ അകത്തെ മനുഷ്യനുണ്ട്. അകത്തെ മനുഷ്യൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പുതിയ നിയമമാണ് നമുക്ക് കൂടുതൽ വെളിപ്പാടുകൾ പൗലോസ്ലീഹായുടെ ലെറ്ററിലൂടെ, ലേഖനങ്ങളിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ നാളുകളിൽ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അകത്തെ മനുഷ്യനെക്കുറിച്ച് അധികമായി സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ വന്നതും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ ഒരു വിഷയം ദൈവമക്കൾക്ക് പ്രയോജനം വരുന്നതാണെന്നും എനിക്ക് തോന്നിയതുകൊണ്ടും ഞാൻ ഇന്ന് ലഭ്യമാകുന്ന സമയത്തിനകത്ത് ആ ഒരു വിഷയത്തെ തൊടാൻ ആഗ്രഹിക്കുന്നു. നമുക്കതിനെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ തൊടാൻ ആഗ്രഹിക്കുന്നു. അതൊന്ന് തൊടുന്നത് തന്നെ ഒരു അനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് അകത്തെ മനുഷ്യൻ? അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മീയ വശമുള്ള ഒരു മനുഷ്യനാണ്. അകത്തെ മനുഷ്യനെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുമ്പോൾ ഇന്നർ മാൻ എന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുമ്പോൾ അത് ആത്മീയ വശമുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് ബൈബിൾ സംസാരിക്കുന്നത്. ദൈവത്തിനൊരു ഇന്നർ മാൻ ഉണ്ടെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ദൈവം തന്നെ ഒരാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഉരുവായ നാം ഓരോരുത്തരിലുമുള്ള ദൈവാംശമുള്ള വ്യക്തിയാണ് നമ്മുടെ ആത്മീയ വശമുള്ള മനുഷ്യൻ. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടാൽ മാത്രം നമുക്ക് ആഴമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ഉൾവശത്തേക്ക് ചിന്തിക്കാനും കഴിയുന്ന നമ്മുടെ അകത്തെ മനുഷ്യന് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ആത്മീയ സന്തോഷം അനുഭവിക്കാൻ ഈ അകത്തെ മനുഷ്യൻ്റെ തയ്യാറെടുപ്പ് അത്യാവശ്യമാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവവചനം കേൾക്കാൻ കൂടുതൽ താല്പര്യമുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ബാഹ്യവശം സംബന്ധിക്കുന്ന നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ ഒരു ചോക്ലേറ്റ് കഴിച്ചാലോ, ഒരു ബിരിയാണി കഴിച്ചാലോ, ഒരു മൂവി കണ്ടാലോ, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയാലോ ഉണ്ടാകുന്നതിനേക്കാളും അധികം സന്തോഷം നിങ്ങൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഇന്നർ മാൻ, നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഈ കേൾക്കുന്ന ദൈവവചനത്തിൽ നിന്നും അനുഭവിക്കുന്ന ദൈവശക്തിയിൽ നിന്നുമുള്ള വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങളതിനെ ഒരുപക്ഷെ എനിക്ക് ദൈവവചനം കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്, ഒരു പ്രത്യാശ എന്നിലുണ്ടാകുന്നു, എനിക്കൊരു പുതിയ ഒരു ഊർജം വന്നതുപോലെ തോന്നുന്നു എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ബിരിയാണി കഴിച്ചാൽ കിട്ടാത്ത, ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ കിട്ടാത്ത, ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ കിട്ടാത്ത അതിനേക്കാളും വലിയ സന്തോഷം ദൈവത്തിൻ്റെ വചനം, സൃഷ്ടാവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിനുണ്ടാകുന്നത് കൊണ്ടാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം ആത്മീയ വശത്തെ ഹാൻഡിൽ ചെയ്യുന്ന ആത്മാവിനെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു.
ആത്മീയ ശക്തിയെ ഹാൻഡിൽ ചെയ്യുന്ന ആത്മാവിനെ കുറിച്ച് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായി ഇരിക്കുന്നു. പ്രൈസ് ടു ജീസസ്. പൗലോസ് ശ്ലീഹായിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു വാക്ക് കിട്ടിയേക്കുന്നത്, അകത്തെ മനുഷ്യൻ എന്നൊരു വാക്ക്, അല്ലെങ്കിൽ ഇന്നർ സെൽഫ് ബീയിങ്. ഇവിടെ നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട്: ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു. ഭയങ്കരമാകുന്ന ഒരു ആശയത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു വാക്കാണ്. വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കും ഉണ്ട്. ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ പൗലോസിൽ ഒരു ആത്മാവുണ്ട്. ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ പൗലോസിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് കൂടാതെ മറ്റൊരാത്മാവ് പൗലോസിലുണ്ടെന്ന് പറയുന്നു. ഈ ആത്മാവിനെ പൗലോസ് എന്താണ്, ഈ ആത്മാവിനെ കൊണ്ട് പൗലോസ് എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ ആത്മാവിന് പൗലോസിന് എന്തിനാണ്? അല്ലെങ്കിൽ ഈ ആത്മാവ് പൗലോസിൽ എന്ത് ചെയ്യുന്നു? ഈ ആത്മാവിനെ പൗലോസ് എവിടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു? This is very important question. ഈ ആത്മാവിനെ പൗലോസിന് അക്കോമഡേറ്റ് ചെയ്യാൻ ഭക്ഷിച്ചു വീർപ്പിക്കുന്ന ശരീരം പോരാ. പൗലോസ് ഡിസിഷൻസ് എടുക്കുന്ന, അല്ലെങ്കിൽ പൗലോസിനെ ഒരാൾ വഴക്ക് പറഞ്ഞാൽ വേദനിക്കുന്ന, പൗലോസിന് പെട്ടെന്ന് ദേഷ്യം തോന്നുന്ന പൗലോസിന്റെ സോള് പോരാ, ദേഹി പോരാ, മനസ്സ് പോരാ. ഈ ആത്മാവിനെ പൗലോസിന് അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ സമയം സോളും, ഒരുക്കപ്പെട്ട സോളും, അല്ലെങ്കിൽ പ്രാണൻ, അല്ലെങ്കിൽ മനസ്സ്, ഒരുക്കപ്പെട്ടതായ ആത്മാവ്, ഇത് രണ്ടും ഉണ്ടെങ്കിലേ പൗലോസിന് ഈ സ്പിരിറ്റിനെ, ഈ ആത്മാവിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ പല പ്രിയപ്പെട്ടവരുടെയും ഉള്ളിൽ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികളല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികൾക്കകത്ത് നിരാശയില്ല. നമ്മൾ നിരാശ അക്കോമഡേറ്റ് ചെയ്യുന്നവരാണ്. ദൈവത്തിൻ്റെ ആത്മപ്രവൃത്തികൾക്കകത്തും ദൈവത്തിൻ്റെ വരദാനങ്ങൾക്കകത്തും ഭയമില്ല. നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് ഭയമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അകത്ത് സംശയമില്ല. നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് സംശയമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനകത്ത് നമുക്ക് ദുഃഖത്തിൻ്റെ ഓർമ്മയോ, ഒരു വ്യക്തി വേദനിപ്പിച്ചതിൻ്റെ ഓർമ്മയോ, പകയോ, വൈരാഗ്യമോ, പിണക്കമോ, അസൂയയോ, ദേഷ്യമോ, പ്രതികാരമോ, ദുർബുദ്ധിയോ, വക്രതയോ, ദുഷ്കാമമോ ഇല്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, എനിക്കോ നിങ്ങൾക്കോ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇത്ര ആഴമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? എനിക്ക് എൻ്റെ അകത്തുനിന്നാണ് ഇത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്തിനെ? ദൈവത്തിൻ്റെ ആത്മാവിലൂടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ മനുഷ്യാത്മാവിനെ കൂടെ ചേർത്ത് നിർത്തി ദൈവത്തിൻ്റെ ആത്മാവാക്കി എൻ്റെ അകത്തുനിന്നാണ് ഞാൻ ഈ അകത്തെ മനുഷ്യനെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ കയ്യിൽ ദൈവമാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് ഞാൻ എന്നെ കൊടുക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് എന്താ? കർത്താവേ, ഞാൻ എന്നെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, എന്നെ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ അങ്ങയുടെ സന്നിധിയിൽ. നമ്മളങ്ങനെ പറയാറില്ലേ? ഏൽപ്പിക്കണമെങ്കിൽ ഒരുക്കമുള്ളതായിരിക്കണം. സോ എപ്പോഴാണ് നിങ്ങളുടെ ആത്മാവ് ഓണാകുന്നത്? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഓണാകുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നിങ്ങളുടെ ആ സ്പിരിച്വൽ മൂവിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആത്മീയ കൊതിക്കനുസരിച്ച് യെസ് ഐ ആം റെഡി എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയം ഏതാണ്? നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ. നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനും നാഥനും കർത്താവും നിങ്ങളുടെ സർവസ്വവുമായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ യെസ് ഐ ആം റെഡി എന്ന് പറയുന്ന രീതിയിൽ
ആ ഒരു സ്പിരിച്വൽ മൂവിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പേർക്കും അതിന് സാധിക്കും. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. പറഞ്ഞേ, ഞാൻ യേശു കർത്താവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. എല്ലാവരുടെ വായിക്കൊണ്ടും പറഞ്ഞ്, ഞാൻ യേശു കർത്താവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. യേശു കർത്താവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു, ഞാൻ വിശ്വസിച്ചു, അവനിൽ വിശ്വാസത്തിൻ്റെ ആത്മാവ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ടൊരു കാര്യം പറയാം. വളരെ 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 സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഞാൻ ഏകദേശം 1000 മെസ്സേജ് എന്തോ ഇതിനകത്ത് പ്രസംഗിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ 1050ഓളം മെസ്സേജ് എന്തോ ഇതിനകത്ത് കിടപ്പുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇത്രയും മെസ്സേജ് പറഞ്ഞതിനേക്കാളും സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പറ്റും. പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ഞാൻ വിശ്വസിച്ചു, വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ വിശ്വസിച്ച് സംസാരിച്ചു എന്ന് പറയുന്നല്ലോ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അങ്ങനെയല്ല അദ്ദേഹം എഴുതിയേക്കുന്നത്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ്, അതിനകത്ത് പൗലോസ് ഒരു ചോദ്യത്തിനുള്ള ഒരു സാഹചര്യവും ഒരു ഉത്തരവും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് സംസാരിച്ചാൽ നടക്കേണ്ടത് നടക്കും. ഒന്നുകൂടെ പറയാം, വിശ്വസിക്കുന്നത് സംസാരിച്ചാൽ നടക്കേണ്ടത് നടക്കും. എന്നാൽ പിന്നെ ഞാൻ ഇതുവരെ വിശ്വസിച്ച് സംസാരിച്ചൊന്നും നടന്നില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ആര് വിശ്വസിക്കുന്നതും ആര് സംസാരിക്കുന്നതുമാണ് നടക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വിശ്വസിച്ച് സംസാരിക്കുന്നത് മാത്രമല്ല നടക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യൻ അവൻ്റെ അകത്തെ ആത്മാവ് സംബന്ധമായി, അല്ലെങ്കിൽ അവൻ്റെ ഇന്നർമാൻ സംബന്ധമായി പുതുക്കം പ്രാപിച്ച്, എവിടെ പുതുക്കം പ്രാപിച്ച്? മനസ്സു പുതുക്കി രൂപാന്തരം പ്രാപിച്ച് അകത്തെ മനുഷ്യനിലേക്ക് ഫോക്കസ്ഡായി, അകത്തെ മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അളവിനെക്കുറിച്ച് ബോധ്യം വന്നതിന് ശേഷം അവൻ ദൈവത്തിങ്കിൽ നിന്ന് സ്വീകരിക്കുന്ന സാരാംശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ച് സംസാരിച്ചാൽ അവനെ ഒരിക്കലും ഒരു സാധാരണ വിശ്വാസിയെന്നോ, ഒരു സാധാരണ ദൈവദാസനെന്നോ, ഒരു സാധാരണ പാസ്റ്ററെന്നോ, ഒരു സാധാരണ ദൈവകൃപയുള്ള മനുഷ്യനെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവനൊരു അസാധാരണ, ഒരു അമാനുഷികനാകുന്ന ഒരു മനുഷ്യൻ്റെ തലത്തിലേക്ക് അവൻ ഉയരും. എത്ര പേർ 3-ാം സ്വർഗം കണ്ടു? പക്ഷെ പൗലോസ് കണ്ടു. എത്ര പേർ 3-ാം സ്വർഗം കണ്ടു? എല്ലാവരും പ്രാർത്ഥിച്ചവരാണ്. പത്രോസും മാളിക മുറി ടെറസിന്റെ മുകളിൽ കയറി പ്രാർത്ഥിച്ച വ്യക്തിയാ. വെൺമാടത്തിന്റെ മുകളിൽ കയറി പ്രാർത്ഥിച്ച വ്യക്തിയാ. എത്ര പേർ 3-ാം സ്വർഗം വരെ എത്ര പേർ സന്ദർശിച്ചു? എത്ര ദൈവദാസന്മാർ സന്ദർശിച്ചു? എത്ര അപ്പോസ്തലന്മാർ സന്ദർശിച്ചു? ഇതിനകത്ത് വ്യത്യസ്തമാകുന്ന സന്ദർശനങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 1 പത്രോസ്, 1 പൗലോസ്, 2 അതിൻ്റെ കുറച്ചുകൂടെ താഴെ പത്രോസ്, പിന്നെ യോഹന്നാൻ. അത് വെളിപ്പാട് പുസ്തകത്തിൽ കയറിപ്പോയ കാര്യത്തെക്കുറിച്ച് എഴുതിയേക്കുന്നു. ഇവിടെ ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? അവർ അവിശ്വാസികളായിട്ടല്ല, വിശ്വസിച്ചതിനകത്തും ദൈവസന്നിധിയിൽ അവർക്കുണ്ടായിരുന്ന കമ്മിറ്റ്മെന്റിനകത്തും അവർ അനുഭവിച്ച അനുഭവങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയേക്കുന്നത്. യോഹന്നാൻ ആ നിലവാരം വരെ കയറാൻ പറ്റി, പൗലോസിന് അതിനേക്കാൾ വലിയൊരു നിലവാരത്തിൽ കയറാൻ പറ്റി, പത്രോസിനും താൻ കയറിയിടം വരെ കയറാൻ പറ്റി. പക്ഷെ ഇനിയുണ്ട് അപ്പോസ്തലന്മാർ, ഇനിയുണ്ട് ശിഷ്യന്മാർ. പ്രൈസ് ടു ജീസസ്. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് ഈ നിലവാരത്തിലും ഒരു ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. ഇതിനേക്കാൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളൊരു ശുശ്രൂഷയിലേക്കും എനിക്ക് എന്നെ കൊണ്ടുപോകാം. എന്ത് ചെയ്യണം? സ്വർഗം രാവിലെ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഇറങ്ങി എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പിടിച്ച് 2 കുലുക്കും കുലുക്കി എൻ്റെ തലക്കിട്ട് കൈയും വെച്ചിട്ട് കിഴുക്കിയിട്ട് കാര്യമില്ല. പിന്നെ എന്നാ ചെയ്യണ്ടേ? രക്ഷിക്കപ്പെട്ട മനുഷ്യനാകുന്ന ഞാൻ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആത്മാവ് സംബന്ധമായി
എൻ്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ ബോധമുള്ളവനും അതിന് വേണ്ടുന്ന കൃത്യമാകുന്ന ചെക്കപ്പും അതിന് വേണ്ടുന്ന വൈറ്റമിൻസും ന്യൂട്രിയൻസും കൊടുക്കേണ്ട പോലെ കൊടുത്ത് ദൈവസന്നിധിയിൽ ട്രെയിൻ ചെയ്താൽ ആ നിലവാരത്തിന് വ്യത്യാസം വരും. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, അനാവശ്യമായി അൺഗോഡ്ലി ഇമോഷൻസും അൺഗോഡ്ലി റെസ്പോൺസസും പിന്നെ വേറെ കുറച്ച് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അനാവശ്യമായി നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന ആത്മാവിൻ്റെ വിശാലതയ്ക്ക് തടസ്സമായതിനെയും പുറന്തള്ളണം. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശക്തി പ്രാപിക്കണോ? മണിക്കൂറുകളോളം അന്യഭാഷ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മണിക്കൂറുകളോളം അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അന്യഭാഷ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നല്ല, മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അടിച്ചുവാരിയും അലങ്കരിച്ചും ഇട്ടിരിക്കുന്ന ഒരു ഭവനത്തിനൊത്തവണ്ണമായിരിക്കണം എൻ്റെ മനസ്സ്. ആമേൻ പറയാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. എങ്കിൽ മാത്രമാണ് ആന്തരിക മനുഷ്യന് ദൈവത്തിൻ്റെ നിയമത്തോട് യോജിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യന് ദൈവത്തിൻ്റെ നിയമത്തോട് യോജിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഹൃദയത്തിന്, എൻ്റെ മനസ്സിനകത്ത് മുഴുവനും ഞാൻ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ, ഭയം, നിരാശ, ദുർസംശയം, പിറുപിറുപ്പ്, ദേഷ്യം, കാര്യം നടക്കാത്തതിലെ വിഷമം, പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്തതിൻ്റെ വല്ലാത്ത വൈഷമ്യം, കാര്യങ്ങൾക്കൊരു വിടുതൽ കിട്ടാത്തതിൻ്റെ അമിതമാകുന്ന നിരാശ, മറ്റുള്ള വ്യക്തികളോടുള്ള കോപം, നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള വ്യസനം, പൈസയില്ലാത്തതിനെ ചൊല്ലിയുള്ള അമിതമാകുന്ന രോഷം, ജോലി അങ്ങോട്ട് ശരിയാകാത്തതിൻ്റെ പേരിലുള്ള നമ്മളോട് തന്നെയുള്ള വെറുപ്പ്, ഇതെല്ലാം സ്പിരിച്വൽ ബീയിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇന്നർ മാൻ്റെ ഫ്രീഡത്തെ ലഘൂകരിക്കുന്നു. ഇന്നർ മാൻ എപ്പോഴും ദൈവിക നിയമത്തോട് കണക്റ്റ് ആയിരിക്കാനാണ് ഇഷ്ടം. നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ വൈഫൈ റൗട്ടറുമായിട്ട് കണക്റ്റ് ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മൊബൈലിലേക്ക് വൈഫൈ കിട്ടുന്നത്. എന്നതുപോലെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനാണ് ഇന്നർ മാൻ ഇഷ്ടം, അകത്തെ മനുഷ്യന് ഇഷ്ടം. കാരണം അകത്തെ മനുഷ്യൻ അങ്ങനെ ഇരുന്നൊരു മനുഷ്യനാണ്. ദൈവത്തിൽ തന്നെ ഇരുന്നൊരു മനുഷ്യനാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. ദൈവത്തിൽ തന്നെ ഇരുന്നൊരു മനുഷ്യനാണ്. അവിടുന്ന് കർത്താവ് നമുക്ക് നമ്മുടെ മനുഷ്യാത്മാവിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം ഊതി ആ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരാക്കി നമ്മളെ സൃഷ്ടിച്ചു. ദൈവത്തിൽ തന്നെ ഇരുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ പെട്ടെന്ന് മറ്റൊരു നിയമത്തിന് വിധേയപ്പെടുമ്പോൾ അസ്വസ്ഥപ്പെടും. നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങളുടെ വണ്ടി ഡീസലാണോ പെട്രോളാണോ? യെസ്, പെട്രോൾ വണ്ടിയിൽ പെട്രോൾ അടിച്ചുകൊണ്ട് ഒരു ദിവസം മാറി നിങ്ങളുടെ ഡീസൽ അടിച്ചു നോക്കിയേ. ആ വണ്ടി കേടായ എന്നെ പിടിക്കല്ലേ. എന്താ സംഭവിക്കുക? കുറച്ചു ദൂരമൊക്കെ ഒന്ന് തുമ്മിയും ചീറ്റിയും ഒക്കെ ഒന്ന് പോയതിനു ശേഷം വണ്ടി അവിടെ കരി പിടിച്ച് കിടക്കും. കാര്യം എന്നാ? ഫ്യൂല് മാറി അടിച്ചു. അപ്പൊ ഒരു നിയമത്തിനകത്ത് നിന്നോണ്ടിരുന്ന മനുഷ്യൻ, ഒരു നിയമത്തിനകത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഞാൻ നിങ്ങളിലേക്ക് വരിക, ഒരു നിയമത്തിനകത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ വേഗം മറ്റൊരു നിയമത്തിലേക്ക് പോയി. എങ്ങനെ ഈ നിയമത്തിലേക്ക് പോയി? ആഗ്രഹിച്ചിട്ടല്ല. നിരാശ വന്നു, നിരാശ എൻ്റെ അകത്ത് കയറി, നിയമം മാറി. ഭയം എൻ്റെ അകത്ത് കയറി, നിയമം മാറി. വേണ്ടാത്ത ചിന്തകൾ എൻ്റെ അകത്ത് കയറി, നിയമം മാറി. അർത്ഥം എന്താ? റൗട്ടറുമായി മൊബൈൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സമയം വരെ എനിക്ക് എൻ്റെ വീട്ടിലത്തെ കണക്ഷൻ വൈഫൈ കിട്ടിക്കൊണ്ടിരുന്നു. ഈ വൈഫൈയുടെ കവറേജിൽ നിന്ന് എൻ്റെ ഫോണിനെ എടുത്ത് അപ്പുറത്തെ വീട്ടിലെ റൗട്ടറിൽ ചെന്നപ്പോൾ വൈഫൈ പിടിക്കുന്നില്ല. അവിടെ വൈഫൈ ഉണ്ട്, പക്ഷെ വൈഫൈ പിടിക്കുന്നില്ല. കാര്യം എന്താ? അവിടുത്തെ പാസ്വേഡ് യൂസർ നെയിമും വേറെയാ. ആമേൻ. അവിടുത്തെ പാസ്വേഡ് യൂസർ നെയിമും വേറെയാ. ഇതാണ് വിഷയം. ഒരു രാജ്യത്തിന്റെ നിയമത്തിനകത്ത് നിൽക്കുന്ന, ദൈവരാജ്യത്തിന്റെ നിയമത്തിനകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ സേവനങ്ങൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സന്തോഷം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, ആ പകർച്ച ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, ആ കൃപ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, ആ മഹത്വത്തിനകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ആ ദൈവരാജ്യത്തിൻ്റെ നിയമത്തിനകത്ത് അവൻ നിന്നിരിക്കണം.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിടുന്ന് അവനെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഐഡന്റിഫൈ ചെയ്യണം. അതൊരു അൺഗോഡ്ലി റെസ്പോൺസ് ആണ്, അതൊരു അൺഗോഡ്ലി ഇമോഷൻ ആണ്, അതൊരു അൺഗോഡ്ലി ഡിസയർ ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്യുന്ന ശക്തിയാണ് ആന്തരിക മനുഷ്യന്റെ ശക്തി. ഇത് പൗലോസിനുണ്ടായിരുന്നു. പൗലോസിന് വ്യസനിക്കാൻ കാരണമുണ്ട്, നിരാശപ്പെടാൻ കാരണമുണ്ട്, കരയാൻ കാരണമുണ്ട്, ശുശ്രൂഷ വേണ്ടെന്ന് വെക്കാൻ കാരണമുണ്ട്, ദൈവത്തോട് പിറുപിറുക്കാൻ കാരണം. ഇതിലൊന്നും പൗലോസ് കുടുങ്ങിയില്ല. സഹോദര സഹോദരി, നിനക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടല്ല, നിനക്ക് അഭിഷേകം ഇല്ലാത്തത് കൊണ്ടല്ല, നിനക്ക് ദൈവത്തെ വേണ്ടാത്തത് കൊണ്ടോ ദൈവത്തിന് നിന്നെ വേണ്ടാത്തത് കൊണ്ടോ അല്ല. കേൾക്കുന്നോ നിങ്ങൾ? നിനക്ക് ദൈവത്തെ വേണ്ടാത്തത് കൊണ്ടോ ദൈവത്തിന് നിന്നെ വേണ്ടാത്തത് കൊണ്ടോ അല്ല. നിനക്ക് ദൈവത്തെ വേണ്ടാത്തത് കൊണ്ടോ ദൈവത്തിന് നിന്നെ വേണ്ടാത്തത് കൊണ്ടോ അല്ല. എന്തൊക്കെയോ മാനസികമായി നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നിന്നെ അറ്റാക്ക് ചെയ്യുന്ന, നിന്നെ കൺവിൻസ് ചെയ്യുന്ന, മാനസികമായി നിന്നെ കൺവിൻസ് ചെയ്യുന്ന സ്പിരിച്വൽ പവർ അല്ലാത്ത, ആന്തരിക മനുഷ്യന്റെ ശക്തി അല്ലാത്ത മറ്റൊരു സ്പിരിച്വൽ പവർ, മറ്റൊരു അൺക്ലീൻ സ്പിരിച്വൽ പവർ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നിന്റെ അഭിഷേകം മൂവ് ചെയ്യാൻ തടസ്സം, നിന്റെ ആന്തരിക ശക്തി മൂവ് ചെയ്യാൻ തടസ്സം, നിന്റെ വചന ധ്യാനം തടസ്സപ്പെടുത്തുന്നത്, നിന്റെ ആത്മീയ സന്തോഷത്തെ ഹനിച്ചു കളയുന്നത്, നിന്റെ കൃപയെയും വരത്തെയും സപ്രസ് ചെയ്ത് കളയുന്നത്. ദൈവിക ഇഷ്ടം സഫലമാക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ മനസ്സിനകത്ത് ഇൻജെക്റ്റ് ചെയ്യുന്ന നീഡിൽ ഏതാന്ന് നീ തിരിച്ചറിയണം. ദൈവം നിന്നിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നിന്നിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നിനക്ക് വേദനിക്കത്തില്ല. നിനക്ക് ദൈവശക്തി നിന്റെ മേൽ വരുമ്പോൾ വേദനിക്കാറുണ്ടോ? പക്ഷെ പൈശാചിക ശക്തി നിന്നിലേക്ക് വരുമ്പോൾ നിനക്ക് വേദനയുണ്ട്, ഇല്ലേ? സ്നേഹിച്ചവൻ നിന്നെ തള്ളി പറയുന്നു, വേദനയില്ലേ? അതൊരാത്മാവാ. ആ തള്ളി പറയുമ്പോൾ വാക്കിലൂടെ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. നീ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിച്ചു, ആ വ്യക്തി പെട്ടെന്ന് മുഖം വെട്ടിത്തിരിച്ചു പോയി. അവന്റെ ഇമോഷൻസിലൂടെ, അവന്റെ റിയാക്ഷനിലൂടെ പെട്ടെന്നൊരു സ്പിരിറ്റ് നിന്നിലേക്ക് വന്നു, നിന്നെ വേദനിപ്പിച്ചു. അതൊരാത്മാവാണ്. ഇതിലെല്ലാം എന്താ പറ്റുന്നേ? അകത്തെ മനുഷ്യന് ഫ്രീ ആകാൻ പറ്റും. അകത്തെ മനുഷ്യൻ അകത്തേക്ക് ഞെരുങ്ങി പോവുക. ശരീരമുള്ള ആത്മാവല്ല നമുക്ക് ദൈവം തന്നത്, ആത്മാവുള്ള ശരീരങ്ങളായിരുന്നു തന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ശരീരമുള്ള ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്, ആത്മാവുള്ള ശരീരങ്ങളെയാ തന്നത്. ഇവിടെ വന്ന് നേരെ ദോഷം മറിക്കുന്ന പോലെ മറിഞ്ഞുപോയി. ഞാൻ ആത്മാവുള്ള ശരീരമാണ്, അതാണ് കറക്റ്റ്. ശരീരമുള്ള ആത്മാവാണെങ്കിൽ ശരീരമാണ് അവിടുത്തെ യജമാനൻ. ശരീരം തീരുമാനിക്കും എന്തോ വേണമെന്ന്. ആത്മാവുള്ള ശരീരമാണ് ഞാനെങ്കിൽ ആത്മാവ് തീരുമാനിക്കും ശരീരം എന്തോ ചെയ്യണമെന്ന്. ആത്മാവ് തീരുമാനിക്കും ഞാൻ വിഷമിക്കണോ വേണ്ടതെന്ന്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ അതാ സിമ്പിളായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നീട്ടി. ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ഏറ്റവും നല്ല നിലയിൽ ഫലം കായ്ക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണോ? നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ സംസാരിക്കുക. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലിരിക്കുന്ന മനസ്സിനകത്തൊരു പുതുക്കം വേണം. എന്നാ? നിരാശ അതിനെ തടയരുത്. നമ്മൾ ഈ ഷട്ടിൽ, ബാഡ്മിൻ്റൺ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ബാഡ്മിൻ്റൺ, ഷട്ടിൽ, ഒരു കോക്ക്, 2 ബാറ്റ്, 2 ബാറ്റ്സ്മാൻ, നടുക്കൊരു നെറ്റ് കെട്ടും. അപ്പുറത്തും ഇപ്പുറത്തും അടിക്കുന്നവൻ എന്താണ് ശ്രമിക്കുന്നതെന്നറിയാവോ? ഒരടി പോലും ഈ കോക്കി കൊണ്ടിട്ട് ആ കോക്ക് നെറ്റിൽ തട്ടല്. നെറ്റിൽ കൊള്ളാതെ മുകളിലേക്ക് അടിക്കും.
എന്നുവെച്ചാൽ നെറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകത്തക്ക രീതിയിൽ അടിക്കത്തുള്ളൂ. അവരുടെ കൈ വീശുന്നതും അവരുടെ ഓരോ മൂവ്മെൻറ്റ്സും കോക്ക് നെറ്റി തട്ടല്. എനിക്ക് നെറ്റേ വേണ്ട, എനിക്ക് ബാഡ്മിൻ്റൺ നെറ്റേ വേണ്ട, ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അടിച്ച് പറപ്പിച്ചേനെ എന്ന് പറയുന്നവന് ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റത്തില്ല, അവൻ വീട്ടിൽ ഇരിക്കുന്നത് നല്ലത്. എനിക്ക് സാത്താൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം കാച്ചിയേനെ എന്ന് പറയുന്നവരുണ്ട്. പിശാചി ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറപ്പിച്ചേനെ എന്ന് പറയുന്നവരുണ്ട്. നീ പറഞ്ഞാലും നീ പറപ്പിക്കുമെന്ന് പറയുന്ന സാധനം പറക്കത്തില്ല. എനിക്ക് പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ കാച്ചിയേനെ എന്ന് പറയുന്നവരുണ്ട്. എനിക്ക് 10 പുത്തനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥയൊന്നും വരികയില്ല എന്ന് പറയുന്നവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ശ്രദ്ധിച്ച് കേക്ക്. ഈ ഘട്ടം ഒന്ന് താണ്ടി കിട്ടിയെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. അവരൊക്കെ ആരാന്ന് ചോദിച്ചാൽ, ബാഡ്മിൻ്റൺ നെറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ബാഡ്മിൻ്റൺ പറപ്പിച്ചേനെ, ഞാനായിരുന്നേനെ ഫസ്റ്റ് ഗപ്പ് അടിക്കുന്നതെന്ന് പറഞ്ഞേനെ. നീ ഗപ്പും അടിക്കാൻ പോണില്ല, കപ്പും അടിക്കാൻ പോണില്ല യേശുവിൻ്റെ നാമത്തിൽ. എന്താ കാര്യം? എടാ, ബാഡ്മിൻ്റൺ നെറ്റ് ഉണ്ടെങ്കിലേ അവിടെ ബാഡ്മിൻ്റൺ ഗെയിമിന് പ്രാധാന്യമുള്ളൂ. ഷട്ടിൽ കോക്കിനെ ഞാൻ ഈ പറയാം, ഷട്ടിൽ കളിയില്ലേ, ഷട്ടിൽ കളിക്കുന്ന ആ നെറ്റ് അവിടെ ഉണ്ടെങ്കിലേ ആ ഷട്ടിൽ ഗെയിമിന് ഒരു പ്രാധാന്യം, അതൊരു ഗെയിം ആകുന്നുള്ളൂ. എന്തിനാ കർത്താവ് ഈ സാധനത്തിനെ ഇങ്ങനെ ബന്ധിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സാത്താനെ അനുവദിക്കുന്നതിന് മുന്നേ ദൈവം നിനക്കൊരു ആന്തരിക മനുഷ്യനെ അനുവദിച്ചു തന്നു, അകത്തെ മനുഷ്യനെ അനുവദിച്ചു തന്നു. നമ്മൾ ആരും അതിനെ അറിയാതെ, ആ അകത്തെ മനുഷ്യനെ അറിയാതെ, അകത്തെ ശക്തി അറിയാതെ, നമ്മൾ ആരുടെ വകയാന്നറിയാതെ, ആ ആത്മീയ ആ സ്പിരിച്വൽ പവർ എന്താണെന്നറിയാതെ നമ്മൾ ഈ പറയുന്ന നെറ്റിനെയും സാത്താനെയും ഗെയിമിനെയും നമ്മുടെ ജീവിതത്തെയും സാഹചര്യങ്ങളൊക്കെ നമ്മൾ പഴിച്ചുകൊണ്ടിരിക്കുന്നതല്ല, പഴിപ്പിക്കുന്നതാണ് നിന്നെ കൊണ്ട്. എത്രത്തോളം നമ്മളൊരു വിഷയത്തെ ശപിക്കുവോ അത്രത്തോളം നമ്മുടെ അകത്തെ മനുഷ്യൻ വീക്കാവും. എത്രത്തോളം നമ്മളൊരു സാഹചര്യത്തെ പറയോ അത്രത്തോളം നമ്മുടെ അകത്തെ മനുഷ്യൻ വീക്കാവും. പൗലോസ് പറഞ്ഞു, എൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമില്ലായിരുന്നെങ്കിൽ ഞാൻ 10 മരിച്ചവരെ കൂടെ ഉയർപ്പിച്ചേനെ. അദ്ദേഹം പറഞ്ഞൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഈ മനുഷ്യൻ വിശ്വസിക്കാൻ ഒരു കാരണം വേണമല്ലോ. വിശ്വസിക്കാതിരിക്കാൻ തക്കവണ്ണം കാരണമുള്ളിടത്താണ് ഈ മനുഷ്യൻ വിശ്വസിച്ചു എന്നെഴുതിയിരിക്കുന്നത്. ആ വാക്യം മനസ്സിലാകണമെങ്കിൽ 16-ാമത്തെ വാക്യം വായിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. വിശ്വസിച്ചു എന്ന് എഴുതിയേക്കുമ്പോൾ അയാൾക്ക് പറയാം, അയാൾക്ക് കൃപയുണ്ടല്ലോ, ഞങ്ങൾക്ക് കൃപയില്ലല്ലോ എന്നായിരിക്കും അമ്മാമ്മ പറയുന്നത്. എന്നാ കേട്ടോ, വിശ്വസിക്കാൻ ഒരു പഴുതും പാങ്ങുമില്ലാത്ത സ്ഥലത്താണ് ആ മനുഷ്യൻ വിശ്വാസത്തിന്റെ ആത്മാവുള്ളത് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്നെഴുതി വെച്ചേക്കുന്നത്. മനസ്സിലാകണമെങ്കിൽ 16-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ. അപ്പൊ പേടിക്കാനുള്ള വകയുണ്ടേ? പേടിക്കാനുള്ള വകയുണ്ടേ? അടുത്തത്, ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും. അപ്പൊ പുറത്തെ മനുഷ്യന് പോരാട്ടം ഉണ്ടേ, വാക്കിന്റെ പോരാട്ടം ഉണ്ടേ, മർദ്ദനമുണ്ട്, കല്ലേറുണ്ട്, ആക്ഷേപമുണ്ട്, വധഭീഷണിയുണ്ട്, പൈശാചിക പോരാട്ടമുണ്ട്, ശൂലമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും ഫിലിപ്പിയ സഭയാണ് പൗലോസിനെ സപ്പോർട്ട് ചെയ്തത്. ശുശ്രൂഷയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ദൈവവേല സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ചെയ്യണം. ദൈവവേലയെ സപ്പോർട്ട് ചെയ്യണം. ആത്മാർത്ഥമായി ദൈവവേല ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യണം. സ്തോത്രം. ദൈവമക്കളെ ദൈവം വെച്ചേക്കുന്ന സപ്പോർട്ട് ചെയ്യാനാണ്. ദൈവമക്കളെ കർത്താവാക്കി വെച്ചേക്കുന്ന ദൈവവേലയെ സപ്പോർട്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. അവിടെ നിർത്തുക. അത് ഞാൻ ക്ഷയിച്ചു പോകുന്നു. പല കാര്യത്തിൽ ക്ഷയിച്ചു. പൗലോസെ അങ്ങ് എന്തൊക്കെ ക്ഷയിച്ചു? ഭക്ഷണമില്ലാതെ ക്ഷയിച്ച സന്ദർഭമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളും പട്ടിണി അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ട് കേട്ടോ. നിങ്ങളിൽ 100 പേരെടുക്കാന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ പട്ടിണി അനുഭവിക്കുന്നവരുണ്ട്, 2 പേർ പട്ടിണി അനുഭവിക്കുന്നവരുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ഇന്നും പട്ടിണിയില്ല, നമുക്ക് റേഷനുണ്ട്, 3 നേരം 4 നേരം 5 നേരം ഒക്കെ വെച്ച് വിളമ്പുള്ള ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കാര്യം കാണുന്നതുകൊണ്ട് എനിക്കറിയാം പട്ടിണി അനുഭവിക്കുന്നവരുണ്ട്.
ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, എനിക്കറിയാം. എന്നിലൂടെയും കർത്താവ് ചില കാര്യങ്ങൾ അവർക്ക് ചെയ്തിട്ടുള്ളതാ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ക്ഷയിച്ചു? ദാരിദ്ര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ വചനം പറയുന്നു, സുഭിക്ഷതയിലിരിക്കാനും ദുർഭിക്ഷത്തിലിരിക്കാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, അകത്തെ മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാൽ തീ കത്തി എന്ന് പറയുന്ന ശുശ്രൂഷ അല്ല കേട്ടോ അകത്തെ മനുഷ്യന്റെ ശുശ്രൂഷ. അത് മാത്രമൊന്നുമല്ല. മൈക്ക് നോക്കിയാട്ടെ പ്ലീസ് മൈക്ക് നോക്കിയാട്ടെ. എല്ലാവരുടെ മൈക്ക് മ്യൂട്ടാണെന്ന് ഉറപ്പ് വരുത്തിയാട്ടെ. ജീസസ് നെയിം. അതാരായിരുന്നു മൈക്ക്? ലീലാമ്മ ഏബൽ. മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഇനി നിങ്ങൾ ആരും മൈക്ക് തുടരുത്. ഓക്കെ. പൗലോസ് പറഞ്ഞു, ഞാൻ സുഭിക്ഷതയിലിരിക്കാനും ദുർഭിക്ഷതയിലിരിക്കാനും ഞാൻ ശീലിച്ചു. ഈ ശീലിച്ചു എന്ന് പറയുന്ന കാര്യം എന്താ? അദ്ദേഹത്തെ ട്രെയിൻ ചെയ്ത ഒരു സ്പിരിറ്റാണ്. നിങ്ങൾക്ക് ട്രെയിനിങ് ഇല്ലാതെ നിങ്ങൾ കളരി അഭ്യസിക്കണമെങ്കിൽ, നിങ്ങൾക്ക് കളരിപ്പയറ്റ് നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളരി ആശാൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ ട്രെയിനിങ്ങിന് നിന്നാലേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കുങ്ഫു ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ട്രെയിനറുടെ അടുത്ത് ചെന്ന് പഠിച്ചാലേ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ക്രിക്കറ്റർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോച്ചിൻ്റെ അടുത്ത് പോയാലേ പറ്റത്തുള്ളൂ. ഏത് കാര്യത്തിന് നിങ്ങൾക്കൊരു ട്രെയിനിങ് ആവശ്യം. നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ ബീയിങ് ആകണമെങ്കിൽ നിങ്ങളെ ഹോളി സ്പിരിറ്റ് ട്രെയിൻ ചെയ്താലേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഹോളി സ്പിരിറ്റ് ട്രെയിൻ ചെയ്യണം. 2, നിങ്ങൾക്ക് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേർഡ് മെഡിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾ ദൈവസന്നിധിയിൽ ടൈം സ്പെൻഡ് ചെയ്യണം. എന്തിനോടുകൂടെ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു ആ കാര്യത്തിൽ നിങ്ങൾ അഗ്രഗണ്യനാവും, നിങ്ങൾ ഷാർപ്പായി മാറും. നിങ്ങൾ നല്ലൊരു ന്യൂസ് റീഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ന്യൂസ് കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും മറ്റ് വേണ്ടാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് നല്ല അവബോധമായിരിക്കും. നിങ്ങൾ നന്നായിട്ട് സ്പോർട്സ് ചാനൽ വാച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്പോർട്സ്മാൻ്റെയും പേരും അതിൻ്റെ രീതികളും, ആരാണ് ഈ വർഷം ജയിച്ചത്, ആരാണ് കപ്പടിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ നന്നായിട്ട് വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അകത്തെ മനുഷ്യൻ ഈ വേർഡ് പുറത്തോട്ടിട്ട് തരും. ആമേൻ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ശീലിച്ചിരിക്കുന്നു, സുഭിക്ഷതയിലിരിക്കാനും ദുർഭിക്ഷത്തിലിരിക്കാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. നല്ലൊരു ആന്തരിക മനുഷ്യൻ ഉടമയാണ് നിങ്ങളെങ്കിൽ, നല്ലൊരു അഭിഷേകമുള്ള അകത്തെ മനുഷ്യന്റെ ഉടമയാണ് നിങ്ങളെങ്കിൽ, ശരിയായ ദൈവകൃപയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ പിറുപിറുക്കത്തില്ല, പതറത്തില്ല. പൗലോസിന്റെ ഞാൻ ക്ഷയിച്ചാലും, എന്താ പറഞ്ഞേ, ഞാൻ പുറത്തെ മനുഷ്യനെ സംബന്ധമായി ക്ഷയിച്ചാലും, ഒന്ന് പ്രായാധിക്യം കൊണ്ട് ആ മനുഷ്യൻ ക്ഷയിക്കും. 2 സാമ്പത്തിക മേഖലകളിൽ ആ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിച്ച സന്ദർഭമുണ്ട്. ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന സമയം. വസ്ത്രത്തിന്റെ കാര്യം പലപ്പോഴും അടിയും മറ്റും കൊണ്ട് വസ്ത്രങ്ങൾ കീറിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ അലട്ടിയ സന്ദർഭമുണ്ട്. 14 ദിവസത്തോളം കടലിനകത്ത് കിടന്ന് വട്ടം ചുറ്റി. കാറ്റിന്റെ പ്രതികൂലം കൊണ്ട്, കാലാവസ്ഥ പ്രതികൂലമായി, മനുഷ്യർ പ്രതികൂലമായി, സാഹചര്യം പ്രതികൂലമായി, സാമ്പത്തികം പ്രതികൂലമായി, ഭക്ഷണം പ്രതികൂലമായി, അങ്ങനെ പല തരത്തിൽ ഈ മനുഷ്യൻ ക്ഷയിക്കാവുന്ന അവസ്ഥകൾ തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു തികഞ്ഞ ആത്മീയനായിരിക്കുമ്പോഴും, ഒരു തികഞ്ഞ ദൈവഭക്തനായിരിക്കുമ്പോഴും, ഒരു തികഞ്ഞ അഭിഷിക്തനായിരിക്കുമ്പോഴും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ വെല്ലുവിളികളുടെ കാറ്റുകൾ മാറി മാറി അടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആത്മാവുള്ള മനുഷ്യൻ പറയുന്നു, വിശ്വാസത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ പറയുന്നു, ഞാൻ വിശ്വസിച്ച വാക്കിൽ നിന്ന്, ഞാൻ വിശ്വസിച്ച ദൈവത്തിൽ നിന്ന്, ഞാൻ വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന് നെല്ലിട ഞാൻ മുന്നോട്ടോ പിൻപോട്ടോ പോയിട്ടില്ല, നെല്ലിട ഞാൻ മുൻപോട്ടോ പിൻപോട്ടോ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആത്മനിയോഗിതനായി എഴുതുന്നു, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നീ ഒരു 5 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ 2 കിലോ നിനക്ക് കുറയുമായിരിക്കും. പക്ഷെ പൗലോസിനെ സംബന്ധിച്ച് 5 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ 5 കിലോ അകത്തെ മനുഷ്യന് കൂടും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത് എൻ്റെ അകത്തെ മനുഷ്യന്റെ തൂക്കം വർദ്ധിക്കാനായിരിക്കട്ടെ. പുറത്തെ മനുഷ്യന്റെ തൂക്കം കുറയുമ്പോൾ അകത്തെ മനുഷ്യന്റെ തൂക്കം വർദ്ധിക്കാനായിരിക്കട്ടെ. ഞാൻ വേർഡ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഇന്നെനിക്ക് പോകുന്ന കാര്യം നടക്കുമോ എന്ന് അനുകൂലമാകുന്ന ഒരു വചനമാണോ കിട്ടുന്നതെന്ന് നോക്കാനല്ല. കമോൺ,
ഇന്ന് എനിക്ക് വചനം ഞാൻ തുറന്നു നോക്കുന്നത് ഇന്ന് നല്ല ദിവസമായിരിക്കുമോ, ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന് ദൈവം അനുകൂലമാണോ എന്നെനിക്കൊരു അനുകൂല വാക്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ വേർഡ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അകത്തെ മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കാനായിരിക്കട്ടെ. ഓൾമൈറ്റി ജീസസ്. പാസ്റ്ററെ പ്രാർത്ഥിച്ച് എനിക്കൊരു വചനം തന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് സുഖമുള്ള ഒരു വചനം എനിക്ക് വേണമെങ്കിൽ എടുത്തു തരാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് എൻ്റെ സുബോധം വിട്ടുപോയിട്ടില്ലെങ്കിൽ ഇന്നുവരെ ഞാൻ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. ദൈവം പറയുന്ന വചനം കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. കാര്യം എന്താണ്? നീ വേർഡ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിനക്ക് സുഖമുള്ള വചനം എടുത്ത് നോക്കാനല്ല, നിനക്ക് സൗഖ്യം കിട്ടുന്ന വചനങ്ങൾ മാത്രം എടുത്ത് നോക്കാനല്ല. ഓരോ വേർഡിനകത്തും ജീവനുണ്ട്. അകത്തെ മനുഷ്യനെ തകർക്കുന്ന ഒരു വേർഡും ബൈബിളിലില്ല. ദൈവം ഒരു മനുഷ്യനെ തകർത്തു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു മനുഷ്യനെ തകർത്തു, ദൈവം ഒരു ജാതിയെ തകർത്തു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അകത്തെ മനുഷ്യൻ ബലപ്പെടാനുള്ള വചനമാണ്. അതെന്നാ? ഞാൻ അങ്ങനെ ആകരുത്, അതുകൊണ്ട് ഞാൻ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തി പ്രാപിക്കണം. ഞാൻ അങ്ങനെ ആയാൽ അതുപോലെ ഞാൻ തകർന്നു പോകും. അകത്തെ മനുഷ്യന് ചാർജായി. ഹല്ലേലൂയ. ആ വചനമൊന്നും അവിടെ വേണ്ടായിരുന്നു എന്ന് പറയുന്നവൻ ബാഡ്മിന്റൺ നെറ്റ് ഇല്ലാത്ത ബാഡ്മിന്റൺ കളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള വെല്ലുവിളികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നന്നായേനെ എന്ന് പറയുന്നതിന് പകരം ആ പ്രശ്നങ്ങളെ തൊടാതെ അതിനെ കവച്ചു വെക്കുന്ന, അതിനെ ക്രോസ് ഓവർ ചെയ്യുന്ന ദൈവശക്തി നിന്റെ മേലുണ്ടെന്ന് തിരിച്ചറിയുക. ആമേൻ. ഹല്ലേലൂയ. ഈ കടഭാരം ഇല്ലായിരുന്നെങ്കിൽ, ഈ ഒരു ബന്ധമില്ലായിരുന്നെങ്കിൽ, ഈ ഒരു പോരാട്ടമില്ലായിരുന്നെങ്കിൽ, ഈ ഒരു വെല്ലുവിളി ഇല്ലായിരുന്നെങ്കിൽ, ഈ ഒരു രോഗമില്ലായിരുന്നെങ്കിൽ, ഈ ഒരു സ്ഥലത്തല്ലായിരുന്നു താമസമെങ്കിൽ, ഈ ഒരു അയൽവാസി ഇല്ലായിരുന്നെങ്കിൽ, ഈ പാസ്റ്റർ അല്ലായിരുന്നെങ്കിൽ, ഈ പാസ്റ്റർ മാറിയാൽ നാളെ ഇതിനേക്കാൾ പ്രശ്നമുള്ള വേറെ പാസ്റ്റർ വരും. ഈ സ്ഥലം മാറിയാൽ ഇതിനേക്കാൾ പ്രശ്നമുള്ള വേറെ സ്ഥലം വരും. നീ എവിടെ പോകും? പക്ഷെ അതിനെ ക്രോസ് ഓവർ ചെയ്യാൻ കഴിയുന്ന, ഈ ചെങ്കടൽ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയും, പിറുപിറുക്കുന്ന കുറേ എണ്ണം ഉണ്ട് പുറകിൽ, അതെക്കാലും പിറുപിറുപ്പിന്റെ ആത്മാവുള്ളവരാ. നീ ആ കൂട്ടത്തിലാകരുത്, ആ കൂട്ടത്തിലാകരുത്. പക്ഷെ മുന്നിൽ നിന്ന മനുഷ്യൻ കടലില്ലായിരുന്നെങ്കിൽ എന്നാ മനുഷ്യൻ പറഞ്ഞില്ല. കടലില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞില്ല. ആ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു. കടൽ വിശ്വാസത്തിൻ്റെ ആത്മാവുള്ളവൻ്റെ മുമ്പിൽ തുറന്നു. ഞാൻ ആത്മാവിൽ നിന്നോട് പറയുക, നിന്റെ മുമ്പിൽ ചെങ്കടലായിരിക്കും, നിന്റെ മുമ്പിൽ ചാവുകടലായിരിക്കും, നിന്റെ മുമ്പിൽ മഹാസമുദ്രമായിരിക്കും. പക്ഷേ വിശ്വാസത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ഇന്നർമൻ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് മനസ്സു പുതുക്കി രൂപാന്തരപ്പെട്ടൊരകത്തെ മനുഷ്യൻ്റെ ഉടമയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നീ അതിനെ മുറിച്ച് കടക്കും. വിശ്വാസത്തിൻ്റെ ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ്. മക്കളെ പറഞ്ഞേ, ആത്മാവ് മാറരുത്. പറഞ്ഞേ, വാഗൊണ്ട് പറഞ്ഞേ, ആത്മാവ് മാറരുത്. ആത്മാവ് മാറരുത്. യൂദ കർത്താവിനോടുകൂടെ നിന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവുള്ളവനായിരുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളവനായിരുന്നു. പക്ഷെ യൂദ ചേരാൻ പാടില്ലാത്തതിൻ്റെ കൂടെ ചേർന്നപ്പോൾ ആത്മാവ് മാറി. ഏതാത്മാവെന്ന് കേൾക്കണോ? സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ്. സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ്. നിങ്ങൾ ഗ്രഹിച്ചോ? അത് ആത്മഹത്യയുടെ ആത്മാവ്. എൻ്റെ നാദം വന്ന എന്തിനാ? ആത്മാവിനെ നേടാനാ. ആരുടെ അസോസിയേഷനിൽ, ആരുടെ കീഴിൽ നിന്ന വ്യക്തിയാണ് യൂദ? ഇസ്കരിയോത്ത യൂദ കർത്താവിനോടുകൂടെ നിന്ന വ്യക്തിയാണ്. ആരുടെ അപ്പം കഴിച്ച വ്യക്തിയാണ് യൂദ? കർത്താവിൻ്റെ അപ്പം കഴിച്ച വ്യക്തിയാണ്. അവസാന ദിവസവും അപ്പക്കണ്ടം വീഞ്ഞി മുക്കി വായിൽ വെച്ചു കൊടുത്ത് കഴിപ്പിച്ച് വിട്ടതാ യൂദായെ. പക്ഷെ ചേരാൻ പാടില്ലാത്തതിൻ്റെ കൂടെ പോയി ചേർന്നപ്പോൾ, കേൾക്കാൻ പാടില്ലാത്തവൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ, വാങ്ങാൻ പാടില്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ, കമ്മിറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്തപ്പോൾ അവൻ്റെ മേൽ ആത്മഹത്യയുടെ ആത്മാവ് കയറി. ശേഷം എന്ത് സംഭവിച്ചു? കർത്താവുമായിട്ടുള്ള അസോസിയേഷൻ കട്ടായി. മനുഷ്യപുത്രനെ, ദൈവപുത്രനെ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒറ്റുകാരനായി മാറി. ശേഷമോ ആ ലാഭം കിട്ടിയ 30 വെള്ളിക്കാശ് തനിക്ക് തന്നെ നഷ്ടപ്പെടുത്തി കളയേണ്ടി വന്നു. പ്രയോജനപ്പെട്ടോ? സാമ്പത്തികം പ്രയോജനപ്പെട്ടോ? പ്രയോജനപ്പെട്ടില്ല.
ദൈവഹിതമില്ലാത്ത നന്മ പ്രയോജനപ്പെടുകയില്ല. ദൈവഹിതമില്ലാത്ത രീതിയിൽ സമ്പാദിക്കുന്ന പണം പ്രയോജനപ്പെടുകയില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു സീഡ് എടുത്ത് കഴിക്കല്ലെന്ന്, വിത്തെടുത്ത് കഴിക്കരുതെന്ന്. എന്നിട്ടോ ആ പണവും നഷ്ടപ്പെടുത്തി നേരെ പോയി ഒരു കയർ കണ്ടുപിടിച്ച് കയറിൽ കെട്ടി ഞാൻ ചത്തു. സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ്. ഇപ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു, മരിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന, ഇനി ജീവിച്ചിട്ട് എന്തിന് ആത്മഹത്യ അല്ലാതെ എനിക്ക് ഈ അപമാനത്തിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന നിന്റെ മേൽ വാഴുന്ന ആ സൂയിസൈഡ് സ്പിരിറ്റ് യേശുവിന്റെ ആത്മാവ് ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ സൂയിസൈഡ് സ്പിരിറ്റ് ശാസിക്കുകയാണ്. വിട്ടുമാർ കുടുംബങ്ങളെ വിട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ആയിരിക്കുന്ന ഭവനത്തിന് ചുറ്റും യഹോവയുടെ വേലി കെട്ടണമേ. ദൂതന്മാർ ഇറങ്ങി ഇപ്പോൾ തന്നെ സംരക്ഷിക്കണം. ഈ ദേശത്തിൽ നിൽക്കുന്ന സകല സൂയിസൈഡ് സ്പിരിറ്റിനെയും ക്യാൻസൽ ചെയ്യുന്നു. നിന്നെ ദൈവം വിളിച്ചത് സൂയിസൈഡ് ചെയ്യാനല്ല, നിന്നെ ദൈവം വിളിച്ചത് വേണ്ടാത്ത പണിക്കല്ല, നിന്നെ ദൈവം വിളിച്ചത് ജീവൻ തരാനും സമൃദ്ധമായ ജീവൻ തരാനുമാണ്. ആമേൻ. മരിച്ച കടം തീരുവോ? മരിച്ച ഭർത്താവ് നന്നാവുമോ? മരിച്ച മക്കൾ അനുഗ്രഹിക്കപ്പെടുവോ? മരിച്ചാൽ നീ സ്വർഗത്തിൽ പോവോ? മരിച്ചാൽ മീൻസ് സൂയിസൈഡ് ചെയ്താൽ നീ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ. വചനം പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം? നിത്യതയ്ക്കുള്ളതിന് വേണ്ടി സമ്പാദിക്കുക. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, പ്രാർത്ഥിക്കുന്ന അമ്മാമേ, നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ തലമുടി നരയ്ക്കും, നിങ്ങളുടെ സ്കിന്ന് ചുളിയും, നിങ്ങളുടെ മുഖം വാടും കറുക്കും. പക്ഷേ നിന്റെ അകത്തെ മനുഷ്യനിലേക്ക് നീ സൂക്ഷിച്ചു നോക്ക്, എപ്പോഴും ചെറുപ്പമായിരിക്കും. അകത്തുനിന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അകത്തെ മനുഷ്യനെ അനുവദിക്കണം. ഒരു ദുരാത്മാവ് നിന്റെ മേൽക്ക്, നമ്മുടെ ബോഡി, ആത്മാവുള്ള ശരീരമുള്ളവനാണെങ്കിൽ, ശരീരമുള്ള ആത്മാവല്ല, ആത്മാവുള്ള ശരീരമുള്ളവനാണെങ്കിൽ അവൻ്റെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്ന സ്പിരിറ്റിനെ അകത്തെ മനുഷ്യൻ തന്നെ കുടഞ്ഞു കളയും. ആമേൻ പറയാൻ പറ്റുമോ? നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിന്റെ ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിലും, നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്റെ ലൈഫിൽ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിലും, നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്റെ ചർച്ചിനെ ബാധിക്കുന്നതാണെങ്കിലും, നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്റെ മനസ്സിനെ തൊടുന്ന സാധനമാണെങ്കിലും സ്പിരിറ്റ് അകത്തിരുന്ന് ഐഡന്റിഫൈ ചെയ്യും. ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുന്നു. എന്തിനാൽ ക്ഷയിക്കുന്നു എന്ന് പൗലോസ് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനെ ജയിക്കുകയും ചെയ്യുന്നു. എങ്ങനെ? ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറയുന്നത് എന്തുവാ? ഞാനൊരു പുതിയ മൈക്ക് മേടിച്ചു എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ഈ മൈക്ക് മേടിച്ചിട്ട് 1 വർഷത്തിന് പുറത്താവുന്നു. 1 വർഷത്തിന് പുറത്തായി. നമുക്ക് മൈക്ക് മേടിക്കണം കേട്ടോ, പുതിയത്. 1 വർഷത്തിന് പുറത്തായി. പക്ഷെ ഇന്ന് ആള് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അത് ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാ. ഹല്ലേലൂയ. മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ? മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ പിള്ളേർ ഇതെടുക്കാൻ വരും, ഞാൻ കടക്ക് പുറത്തുനിന്ന് ഞാൻ പറയും, ഇതെടുത്ത് അവൻ പ്രസംഗിക്കാൻ നോക്കുന്നതാ. ആമേൻ. എൻ്റെ മോനൊരു അഭിഷിക്തനായി മാറട്ടെ, എൻ്റെ മോൾ ഒരു അഭിഷിക്തയായി മാറട്ടെ. യേശുവിൻ്റെ അവർ പ്രസംഗിക്കട്ടെ, ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കട്ടെ. എനിക്കിഷ്ടം അതാ. പുതുക്കം എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇത് പുതുക്കം പ്രാപിച്ചു, ഇത് പുതിയത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇത് മേടിച്ചിട്ട് 1.5 വർഷമായി. പക്ഷെ പൗലോസ് പറയും, ഞാൻ പുതുക്കം പ്രാപിക്കുന്നു, അപ്ഡേറ്റഡ് ആകുന്നു. ഓ മൈറ്റി ഗാഡ്, അപ്ഡേറ്റഡ് ആകുന്നു. ശരീരം ക്ഷയിക്കുന്നു, പക്ഷെ ആത്മാവ് ദണ്ഡറ വീണ്ടും ചെറുപ്പമാകുന്നു. അതെങ്ങനെയാ? അപ്ഡേറ്റഡ് ആകുന്നു. ഇപ്പോ അദ്ദേഹം കഴിഞ്ഞ മാസം ശുശ്രൂഷിച്ചെടുത്ത പ്രശ്നങ്ങളല്ല ഈ മാസം ശുശ്രൂഷിക്കുന്നിടത്ത്, ഇന്നലെ പോയെടുത്ത പ്രശ്നങ്ങളല്ല ഇന്ന് പോകുന്നിടത്ത്. പലയിടത്ത് പല തരത്തിലുള്ള സ്പിരിച്വൽ അറ്റാക്കുകളാണ്.
നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തെ പ്രശ്നം ആയിരിക്കത്തില്ല ഈ മാസം. കഴിഞ്ഞ മാസമുള്ള പ്രശ്നവും കാണും, ഈ മാസം പുതിയ പ്രശ്നവും കാണും. ശരിയല്ലേ? അപ്പോ ഞാൻ ആ പഴമയിൽ ശരീരം ക്ഷയിക്കുന്നതിനേക്കാളും 3 ദിവസം കൂടുതൽ അകത്തെ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ എങ്ങനെ ജയിക്കും? അപ്പൊ ഞാൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നും പുതിയ ചെറുപ്പം, എന്നും പുതിയത്, എന്നും അർത്ഥം എന്ന് വെച്ചാൽ പുതിയ 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 കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. നമുക്ക് അപ്ഡേറ്റഡ് ആകേണ്ടത് ബുദ്ധിയിലല്ല, സ്പിരിറ്റിലാണ്. നിങ്ങൾ മടുത്തു തുടങ്ങിയോ? അപ്ഡേറ്റഡ് ആകേണ്ടത് ഇന്നർ ബീയിങ്ങിലാണ്, ഇന്നർ സെൽഫ് ബീയിങ്ങിലാണ് റിനോവേഷൻ നടക്കേണ്ടത്. റിന്യൂ ചെയ്യുന്നെങ്കിൽ അകത്തെ മനുഷ്യർ റിന്യൂ ചെയ്യണം. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ നിങ്ങളിൽ പലരും എടുക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയിലേക്കോ ചിന്തയിലേക്കോ അല്ല, നിങ്ങളുടെ അകത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ലയോ? അകത്തേക്കാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അകത്തെ മനുഷ്യൻ റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, ശരീരം ക്ഷയിക്കുന്നു, എൻ്റെ തലമുടി നരയ്ക്കുന്നു, എൻ്റെ തലമുടി കൊഴിയുന്നു, എൻ്റെ മുഖം ചുളിയുന്നു, എൻ്റെ വസ്ത്രം വലുതാകുന്നു, ശരീരം ചെറുതാകുന്നു, കാരണം ആള് മെലിഞ്ഞു പോകുന്നു. പക്ഷേ എൻ്റെ അകത്തെ മനുഷ്യന് ഒരു കുഴപ്പവും ഇല്ല. അത് 100% അത് ചെറുപ്പമാണ്, അത് ഭയങ്കര പവർഫുള്ളാണ്, പുതുക്കം പ്രാപിക്കുന്നു. എങ്ങനെ? അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ പെർമിഷൻ ഇല്ലാതെ അവന്റെ ലൈഫിൽ പ്രവേശിക്കുന്നതിനെ അകത്തെ മനുഷ്യൻ ഐഡന്റിഫൈ ചെയ്യും. ഇത് പലർക്കും അത് പറ്റുന്നില്ല. അവന്റെ പെർമിഷൻ ഇല്ലാതെ അവന്റെ അവയവങ്ങളെ തൊടുന്ന ഒരു സ്പിരിറ്റിനെ അവൻ ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ അതിനെ അസുഖം എന്ന് പറയും, രോഗം എന്ന് പറയും. അവന്റെ പെർമിഷൻ ഇല്ലാതെ അവന്റെ മനസ്സിനെ തൊടുന്ന ഒരു അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനെ അവൻ ഐഡന്റിഫൈ ചെയ്യും. അതെങ്ങനെയാ? പുതുക്കം. അത് അകത്തെ പുതുക്കമാണ്, അകത്തെ മനുഷ്യന്റെ പുതുക്കമാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ പോരാട്ടം വരുന്നെങ്കിൽ അകത്തെ മനുഷ്യനുള്ള മനുഷ്യൻ അതിനെ ഐഡന്റിഫൈ ചെയ്യും. ഓ മൈ ഗാഡ്, അതകത്ത് പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യൻ. അകത്ത് പുതുക്കം പ്രാപിക്കണമെങ്കിൽ അകത്ത് മടുപ്പുണ്ടാകല്ലേ, മനസ്സിന് മടുപ്പുണ്ടാവല്ലേ, മനസ്സിനകത്ത് അശുദ്ധി ഉണ്ടാവരുത്, മനസ്സിനകത്ത് തളർച്ച ഉണ്ടാകരുത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല പ്രായമുള്ള നമുക്ക് മുത്തശ്ശാന്ന് വിളിക്കാനുള്ള ആൾക്കാരും അവർ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചെറുപ്പമായിട്ടിരിക്കും. കാര്യം എന്നാ? അവരുടെ ശരീരമേ വയസ്സായിട്ടുള്ളൂ, അവരുടെ മനസ്സ് ചെറുപ്പമാണ്. അവർ കൊച്ചു പിള്ളേരുടെ കൂടെ ഓടി കളിക്കുന്നതാണ്, പിള്ളേർ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ ഓടും. അവർ സൈക്കിൾ ഓടുന്നതാണ്, അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്നതാണ്. അവരുടെ ബോഡിയൊക്കെ കണ്ടാൽ ചുളിഞ്ഞതാണെങ്കിലും കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, ഫിറ്റായിരിക്കും. അത് കാര്യം എന്നാ? മനസ്സ് ചെറുപ്പമാണ്. ഇവിടെ 30 വയസ്സാകുമ്പോൾ തന്നെ ആകെ മൊത്തം ഇങ്ങനെ ആയിത്തീരും. മനസ്സും സ്പിരിച്വാലിറ്റിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. മനസ്സ് തളരരുത്. നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മനസ്സിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. മനസ്സ് തളരരുത്. നിങ്ങൾക്കൊരു വിഷയത്തെ പ്രാർത്ഥിച്ച് ജയിക്കണമെങ്കിൽ ആത്മാവും അഭിഷേകവും കൂട്ടായ്മയും മാത്രം പോരാ, മനസ്സും വേണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇത് കർത്താവ് പറഞ്ഞതാ, പൗലോസ് പറഞ്ഞതാ, അപ്പോസ്തലന്മാർ പറഞ്ഞതാ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ഞാൻ നിർത്തട്ടെ, എൻ്റെ സമയം കഴിഞ്ഞു. അപ്പൊ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിൽ ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നാൾക്ക് നാൾ. എന്തിനാ ഈ നാൾക്ക് നാൾ നമ്മൾ വചനം കേൾക്കുന്നത്? പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലർക്കൊക്കെ മടുത്തു. നിങ്ങൾക്കും എടുത്താലും എനിക്കും എടുക്കാൻ പാടില്ല. അതിനെ ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് അപ്ഡേറ്റ് ആകണം, എനിക്ക് പുതുക്കം പ്രാപിക്കണം. നീ ഇന്നലെ കണ്ട സ്പിരിറ്റിനെ അല്ല നാളെ നീ കാണാൻ പോകുന്നേ. ഇന്നലെ കണ്ട സ്പിരിറ്റിനെ അല്ല, ഇന്നലെ കണ്ട സ്പിരിച്വൽ അറ്റാക്ക് അല്ല നിനക്ക് അടുത്ത മാസം വരാൻ പോകുന്നേ. അതറിയണം. എന്തിനാ നമ്മുടെ സംസ്ഥാനങ്ങളും രാജ്യങ്ങളൊക്കെ കരുതുന്നത്? ധാന്യങ്ങൾ ശേഖരിക്കുന്നു, സമ്പത്ത് ശേഖരിക്കുന്നു, സ്വർണം ശേഖരിക്കുന്നു. അവരെന്തിനാ കരുതൽ ധനമായിട്ട് വെക്കുന്നത്? എല്ലാം കരുതുന്നത് എന്തിനാ? നാളെ ഒരു ക്ഷാമം വരാൻ സാധ്യതയുണ്ട്. വന്നാൽ കൊയ്ത്ത് നടന്നില്ലെങ്കിൽ ജനം പട്ടിണി കിടന്ന് ചാകല്ല്. അതിനു വേണ്ടിയിട്ടാണ് അവരവിടെ കളപ്പുരയ്ക്കകത്ത് ശേഖരിക്കുന്നത്. ഇവിടെ നമ്മൾ പാസ്റ്ററിന്റെ നമ്പർ തപ്പുന്നത് പോരാട്ടം വർദ്ധിക്കുമ്പോഴാണ്. നമ്മൾ പാസ്റ്റർക്ക് നമ്പർ ഉണ്ടോ എന്ന് തിരയുന്നത് പോരാട്ടം വർദ്ധിക്കുമ്പോഴാണ്. നമ്മൾ പാസ്റ്ററെ ഓർക്കുന്നത് തന്നെ പോരാട്ടം വരുമ്പോഴാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരുതുക. അത് ഇവിടെ പൗലോസ് പറയുന്നത് എന്താ?
അകത്തെ മനുഷ്യനെ പുതുക്കം, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. എൻ്റെ ശരീരവും അകത്തെ മനുഷ്യൻ്റെ ചെറുപ്പവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. ഞാൻ പ്രാപിച്ചിരിക്കുന്ന ദൈവശക്തിയും ഞാൻ അകത്ത് കൊണ്ടു നടക്കുന്ന ദൈവത്തിൻ്റെ മഹിമയും മഹത്വവും എൻ്റെ അകത്തിരിക്കുന്ന മനുഷ്യനും എൻ്റെ ശരീരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ അതിനെ ബന്ധിപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് എൻ്റെ ആത്മീയ ജീവിതം നിയന്ത്രിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ശുശ്രൂഷ നിയന്ത്രിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് പൈശാചിക ശക്തികളെ നിയന്ത്രിക്കുന്നു. ഓ റമഹസി. അങ്ങനെയുള്ള അകത്തെ മനുഷ്യന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ ഈ സമയം ഞാനിവിടെ നിർത്തുകയാണ്. എനിക്ക് മെസ്സേജ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് കർത്താവ് അനുവദിച്ച് എൻ്റെ കണ്ടിന്യൂവേഷൻ ഞാൻ എടുക്കാം. ഒരു വാക്യോടെ ഞാൻ വായിക്കട്ടെ. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ സ്വർഗം കണ്ടിട്ടില്ല, പക്ഷെ നീ അതിനു വേണ്ടി പ്രത്യാശിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ കർത്താവ് പണിത വീട് കണ്ടിട്ടില്ല, പക്ഷെ നീ അത് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നീ ഇതുവരെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ടില്ല, പക്ഷെ നീ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? പ്രൈസ് ദി ലോർഡ്. നീ ഇതുവരെ വിഷയത്തിൻ്റെ വിടുതൽ കണ്ടിട്ടില്ല, പക്ഷെ കാണാത്ത വിടുതലിൽ നീ വിശ്വസിക്കുന്നു. എന്നാൽ ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കണം. അകത്തെ മനുഷ്യനെ കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരാത്മീയ തലം, അകത്തെ മനുഷ്യൻ്റെ ശക്തി കൊണ്ട്, അകത്തെ ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ തലം. പ്രാർത്ഥിച്ചേ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചു തുടങ്ങുന്നു. ഒരു വലിയ ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങുന്നു. കർത്താവേ, വേറൊന്നും വേണ്ട, ഞങ്ങളുടെ അകത്തെ മനുഷ്യനിലേക്ക് ഒരു ജീവൻ പകർന്നാൽ മതി. അങ്ങനെ പ്രാർത്ഥിച്ചേ. വേറൊന്നും വേണ്ട കർത്താവേ, വേറൊന്നും വേണ്ട, ഞങ്ങളുടെ അകത്തെ മനുഷ്യനിലേക്ക് ഒരു ജീവൻ പകർന്നാൽ മതി. പറഞ്ഞേ, അകത്തെ മനുഷ്യനിലേക്ക് ഒരു ജീവൻ പകർന്നാൽ മതി. അകത്തെ മനുഷ്യനിലേക്ക്. ഓ, ഇതിനകത്ത് സ്പിരിച്വലി വീക്കായി പോയ ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. സ്പിരിച്വലി വീക്കായി, മടുപ്പ് തോന്നിത്തുടങ്ങി, മടുപ്പും മരവിപ്പും തോന്നിത്തുടങ്ങി. അതെ, മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയവരുടെ അരികിലേക്ക് ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഒഴുകുകയാണ്. ഈ സെക്കൻഡിൽ മരണത്തിന്റെ ശക്തികളെ ദൈവം ബന്ധിക്കട്ടെ. സകല മരണത്തിന്റെ വെല്ലുവിളികളെ ദൈവം ബന്ധിക്കട്ടെ. പ്രാർത്ഥിക്കേ. In the name of Jesus, in the name of Jesus, in the name of Jesus, Holy Ghost, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവജനവും പ്രാർത്ഥിച്ച് അകത്തേക്ക് ഒരു ദൈവ സാന്നിധ്യം സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്തേക്ക് സ്വീകരിക്കുക. നിന്റെ മനസ്സിനെ തുളച്ചിറങ്ങുന്ന ദൈവശക്തിയെ തിരിച്ചറിയുക. ചിന്തകളെ തുളച്ചിറങ്ങുന്ന ദൈവശക്തിയെ തിരിച്ചറിയുക. നിങ്ങളുടെ വികാരങ്ങളെയും ഭാവനകളെയും തുളച്ചിറങ്ങുന്ന ദൈവശക്തിയെ തിരിച്ചറിയുക. നിന്റെ ആത്മാവിലേക്ക് വന്ന് പതിക്കുന്ന ദൈവശക്തിയെ തിരിച്ചറിയുക. ഇപ്പോൾ തന്നെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സുകളെ ബാധിച്ച ബാധകൾ അഴിയട്ടെ, ശരീരത്തെ ബാധിച്ച ബാധകൾ അഴിയട്ടെ, ചിന്തകളെ ബാധിച്ച ബാധകൾ അഴിയട്ടെ, ജീവിതങ്ങളെ ബാധിച്ച ബാധകൾ അഴിയട്ടെ. ഭവനങ്ങളെ ബാധിച്ച ബാധകൾ അഴിയട്ടെ, കുടുംബങ്ങളെ ബാധിച്ച ബാധകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ഡെലിവറൻസ് സംഭവിക്കട്ടെ. അകത്തെ മനുഷ്യനെ തിരിച്ചറിയത്തക്ക നിലയിലുള്ള ഒരു ദൈവശക്തി ഞാൻ റിലീസ് ചെയ്യുന്നു. അകത്തെ മനുഷ്യൻ തിരിച്ചറിയത്തക്ക ഒരു ദൈവശക്തി ഞാൻ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ജനത്തെ ആ ശക്തി തൊടട്ടെ, കുടുംബങ്ങളെ ആ ശക്തി തൊടട്ടെ, ആത്മീയരെ ആ ശക്തി തൊടട്ടെ. In the mighty name of Jesus, release power. തൊടുന്നു. അകത്താത്മാവുള്ളവനെ തൊടുന്നു, അകത്താത്മീയ നിക്ഷേപമുള്ളവനെ തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ
ഞങ്ങളെ യൂട്യൂബിൽ കാണുന്നവർ യേശുവിന്റെ നാമത്തിൽ ഹോ രഗദശ്യാം ധരേ mighty name of Jesus. Ramseke maho ransamakoya libratosha bratosha and tabago shakade antaba in the name of Jesus. ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നവീകരണങ്ങൾ ഉണ്ടാകട്ടെ. മനസ്സിന്റെ മടുപ്പും മരവിപ്പും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. മനസ്സിന്റെ മടുപ്പും മരവിപ്പും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ജനത്തെ സ്വതന്ത്രമാക്കത്തില്ലെന്ന് വാദിക്കുന്ന സകല തിന്മയുടെ ശക്തിയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. അവിടുന്ന് ഈ ജനത്തെ തൊട്ടതിനായി നന്ദി കർത്താവേ. അവിടുന്ന് ഈ ജനത്തെ സ്പർശിച്ചതിനായി നന്ദി. ഈ ദൈവശക്തി ഒരിക്കലും വറ്റാതെ, ഒരിക്കലും വാടാതെ, ഒരിക്കലും കുറയാതെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിഴലിച്ച് നിൽക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജനം സ്വതന്ത്രമായതിനായി സ്തോത്രം. ഇന്ന് ജനത്തെ അവിടുത്തെ ശക്തി തൊട്ടതിനായി സ്തോത്രം. വലിയൊരു അഭിഷേകം ഇന്ന് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് കർത്താവ് പകർന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.